ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അങ്ങനെ നമ്മുടെ എക്സസൈസിലേക്ക് കടന്നിരിക്കുകയാണ്. പേജ് നമ്പർ 34 2.3 എക്സസൈസ് 2.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സാമ്പിൾസ് ഒത്തിരി ചെയ്തില്ലേ, അത് തന്നെയാണ്. അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 12 ഡിവൈഡഡ് ബൈ 3/4. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് ഒരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. നമുക്കറിയാം ഹോൾ നമ്പറിനെ 12. അപ്പോൾ നമ്മൾ പറഞ്ഞ് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹോൾ നമ്പർ എവിടെ കണ്ടാലും, അതായത് എല്ലായിടത്തും അല്ല, ഫ്രാക്ഷൻ്റെ കേസിൽ കണ്ട ഉടനെ നമ്മൾ അതിൻ്റെ അടിയിൽ എന്നാ ഇട്ട് കൊടുത്തു? 1. പിന്നെ ഡിവിഷൻ ഉണ്ടോ? ഫ്രാക്ഷനകത്ത് ഡിവിഷൻ ഉണ്ടോ? ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ? റെസിപ്രോക്കൽ. 3/4ന്റെ റെസിപ്രോക്കൽ ഉണ്ടോ? 4/3. ഇവിടെ എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടല്ലോ? 3ഉം 12ഉം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്ന 3ഉം 12ഉം മൾട്ടിപ്പിൾസ് ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 1 × 3 3, 4 × 3 12. മൾട്ടിപ്ലൈ ചെയ്തേ. 4 × 4 16, 1 × 1 1. ഡിനോമിനേറ്റർ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാറില്ല. അതായത് നമുക്ക് 16 തന്നെ പറയാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 14 ഡിവൈഡഡ് ബൈ 5/6. അപ്പോൾ 14 ഒരു ഹോൾ നമ്പർ ആയിട്ട് നമ്മൾ എന്നാ ഇട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പറയുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? റെസിപ്രോക്കൽ കണ്ടിട്ട് 6/5. 5/6 ആയിരുന്നു റെസിപ്രോക്കൽ. നമുക്കിതിന് എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. മൾട്ടിപ്പിൾസ് ആണ് കിടക്കുന്നത്. അല്ല. അപ്പോൾ നമ്മൾ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാം. 14 × 6 എത്രയാ? 24. 2 84 ഡിവൈഡഡ് ബൈ അല്ലേ? പിന്നെ 1 × 5 5. അതൊരു ഇംപ്രോപ്പർ ആണ്. മിക്സഡ് ആക്കിയിട്ടെ. 84 ഡിവൈഡഡ് ബൈ 5. 2 5 3 8 5 30. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 16 4/5. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ആക്കിയാൽ മതി. ഇപ്പൊ ഒരു പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെ ആക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ ചെയ്ത് കാണിക്കുവാണ്. ഓക്കെ, അടുത്തത് 8 ഡിവൈഡഡ് ബൈ. അപ്പൊ 8 ഹോൾ നമ്പർ ആയിട്ട് അതിൻ്റെ തന്നെ ഇടുക മക്കളെ, 1 ഇടുക. ഇനി 3/7. 3/7 മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ റെസിപ്രോക്കൽ ഉണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 3/7 ഉണ്ടോ? ഇവിടെ മൾട്ടിപ്പിൾസ് ഉണ്ടോ? ക്യാൻസൽ ചെയ്യാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇല്ല. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 3 24, 1 × 7 7. ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഞാൻ അതിനെ എന്താക്കാൻ പോവാണ്? ആൻസർ 3/7. ഓക്കെ, അടുത്തത് നോക്കാം. 4 ഡിവൈഡഡ് ബൈ 8/3. 4 ഒരു ഹോൾ നമ്പർ ആയിട്ട് ഞാൻ അടിയിൽ 1 ഇട്ടു. എന്തിനാ 1 ഇട്ടാ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടി. അതായത് തെറ്റാതിരിക്കുക. ന്യൂമറേറ്റർ ആണോ? വെറുതെ 4 കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ എന്നുള്ള സംശയം. എനിക്കറിയാം നിങ്ങൾക്ക് സംശയം വരികയല്ല എന്നറിയാം. എന്നാലും ഡിനോമിനേറ്ററിന്റെ സ്ഥാനത്ത് 1 അങ്ങ് ഇടുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഡിവിഷൻ ആണ്. ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ ഇതിന്റെ തിരിച്ചിടും. 3/8. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് ന്യൂമറേറ്റർ കിടക്കുന്ന 4ഉം ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 8ഉം മൾട്ടിപ്പിൾസ് ആണ്. 4 × 2 4 × 1 4, 4 × 2 8. അപ്പം ഇനി ബാക്കി 1 × 3 3, 1 × 2. അപ്പൊ ഇത് എത്രയാണ്? 3/2. ഒരു ഇംപ്രോപ്പർ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഫിക്സ് ആക്കി വെക്കട്ടെ. 1 and 1/2. ഓക്കെ മക്കളെ, അപ്പം ഇപ്പൊ ചെയ്ത് ഏതാണ്? ഇടം വരെ ചെയ്തല്ലേ. ബാക്കി നമുക്ക് ഇടാത്തത് കൊണ്ട് 2 കൂടെ. 3 ഡിവൈഡഡ് ബൈ 2 and 1/3. നമുക്ക് മിക്സഡ് വന്നേക്കുന്നു. അപ്പൊ മിക്സഡിനെ ആദ്യം എന്താക്കി മാറ്റി? നമ്മള് ഇംപ്രോപ്പർ ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് അടി 1 ഇട്ടേക്കാം. 1 ഡിവൈഡഡ് ബൈ ഇതിനെ ഇനി ഇൻറ്റു എപ്പോഴാക്കാൻ പോകുന്നത്? ഇതിനെ ഇംപ്രോപ്പർ ആക്കിയതിന് ശേഷം. എങ്ങനെ വരും? 2 × 3 + 1 അല്ലേ? 7/3. ഓക്കെ, ഇനി എന്താ ചെയ്യും മക്കളെ? ഡിവിഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ റെസിപ്രോക്കൽ, രണ്ടാമത് കിടക്കുന്ന റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്, ക്യാൻസൽ ഇല്ലാത്തതുകൊണ്ട്
ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു 9, ഡിനോമിനേറ്റർ 1 into 7 7. ഇതൊരു ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് മിക്സഡ് ആക്കാൻ പോവാ 7. അപ്പോൾ 1 and 2/7 അല്ലേ? ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്യാം. 5 divided by 3 and 4/7. ഓക്കെ, ഇവിടെ നമുക്കൊരു മിക്സഡ് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നതിനെ ഇംപ്രോപ്പർ ആക്കും അല്ലേ? അപ്പം ഇത് ഹോൾ നമ്പർ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഹോൾ നമ്പർ ആകുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം മക്കളെ? ആദ്യം അങ്ങ് അതിൻ്റെ അടി മണ്ണിട്ട് പോകും കേട്ടോ. അതല്ലേ നമുക്ക് എളുപ്പം. മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഫ്രാക്ഷനകത്തൊരു ഹോൾ നമ്പർ വരുമ്പോൾ അതിൻ്റെ അടി മണ്ണിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആകും. ഡിവൈഡഡ് ബൈ ഇത് ചെയ്തേ 7 into 3 21 plus 4 25. 25/7. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? സോറി, ഞാൻ ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ ചോദിക്കുന്നത്. സോറി മക്കളെ, ഡിവിഷൻ ഉണ്ടോ? ഇല്ല, മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ കാണാം. ഓക്കെ, ഇത് ഇവിടെ ക്യാൻസൽ കിടക്കണം. 5 into 1 5 5 into 5. അപ്പം ബാക്കി എത്രയാ? 1 into 7 7 1 into 5 5. ഓക്കെ, ഇത് ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പോവാണ്. ഇതിനൊന്ന് മിക്സഡ് ആക്കിയേക്കാം. ഈ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കത് ആ മിക്സഡ് ആക്കുന്ന രീതി നിങ്ങളുടെ മനസ്സിൽ തറവാകാൻ വേണ്ടിയാക്കട്ടെ ചെയ്ത് പോകുന്നത്. പിന്നെ ചില കേസുകളൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 1 and 5 ഇത്രയല്ലേ ഉള്ളൂ. 1 and 2/5. എങ്ങനെ മക്കളെ ഇതൊന്ന് പറഞ്ഞേക്കാം? എങ്ങനെ ഇത് എഴുതിയത്? നമ്മുടെ കോഷ്യന്റ് ആയിരിക്കും ഹോൾ നമ്പറായിട്ട് വരുന്ന, റിമൈൻഡർ ന്യൂമറേറ്റർ ആകും, ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഞാൻ കാണിച്ച എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒരു 5 മിനിറ്റുകളെടുക്കാൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ്. അപ്പം അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ മക്കളെ, ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പം നിങ്ങൾക്കത് ഈസി ആകുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. എന്നെ ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എക്സാമിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് തറവായി കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞു കഴിഞ്ഞിരിക്കും മക്കളെ. അതുകൊണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, എന്നിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു.